രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഓൺ ദ സീഷോർ എന്നുള്ള ഒരു പോവമാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ടാഗോർ ഒരു ഗ്രേറ്റസ്റ്റ് പോയറ്റാണ്, ഫിലോസഫറാണ്, എഡ്യൂക്കേറ്ററാണ്, ഡ്രമാറ്റിസ്റ്റാണ്, മ്യൂസീഷ്യനാണ്, നോവലിസ്റ്റാണ്. ആൻഡ് ഹി വാസ് ദ ഫസ്റ്റ് ഏഷ്യൻ ടു റിസീവ് നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയ വർക്ക് എന്ന് പറയുന്നത് ഗീതാഞ്ജലി. 1913 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയത്. സോ അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലിക്കകത്താണെങ്കിലും മേജർ വർക്ക്സിനകത്താണെങ്കിലും ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയെക്കുറിച്ചും നേച്ചറിനോടുള്ള ലവ്, യൂണിവേഴ്സൽ ബ്രദർഹുഡ്, ഇതൊക്കെയാണ് അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്ത് എഴുതുന്നത്. അപ്പോൾ മേജർ വർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഗീതാഞ്ജലിയുടെ കാര്യവും നൊബേൽ പ്രൈസ് കിട്ടിയ കാര്യവും മറന്നു പോകരുത്. വളരെ സിമ്പിൾ ആൻഡ് ഫിലോസഫിക്കൽ ലാംഗ്വേജിലാണ് ഇദ്ദേഹം എഴുതുന്നത്. സ്പിരിച്വൽ തീംസ്, നമ്മൾ നേരത്തെ പറഞ്ഞ സ്പിരിച്വൽ തീംസ്, അതായത് ഗോഡ്, നേച്ചർ, അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് ആൻഡ് ഇന്നസെൻസ്, ഇതിൻ്റെയൊക്കെ ഒരു സെലിബ്രേഷനാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത്. സോ ഓൺ ദ സീഷോർ എന്ന് പറയുന്ന ടാഗോറിൻ്റെ തന്നെ കളക്ഷനായിട്ടുള്ള ദ ക്രസൻറ്റ് മൂണിനകത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഈ ക്രസൻറ്റ് മൂണിനകത്തുള്ള കവിതകളെന്ന് പറയുമ്പോൾ ചൈൽഡ്ഹുഡിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന കവിതകളാണ്. അപ്പോൾ ദ ക്രസൻറ്റ് മൂണെന്നുള്ള കളക്ഷനകത്ത് നിന്ന് എടുത്തിട്ടുള്ള ഓൺ ദ സീഷോറാണ് നമുക്ക് പഠിക്കാനുള്ളത്. പോയത്തിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വളരെ ഹാപ്പി ആയിട്ട് പ്ലേ ചെയ്യുന്നു സീഷോറിൽ. അപ്പോൾ അവിടെ അദ്ദേഹം ആ കുട്ടികൾ കളിക്കുന്നത് എവിടെയാണ്? സീഷോറിലാണ്. സോ ഇൻ ഫ്രണ്ട് ഓഫ് ദം അവിടെ സീ കാണാം, അല്ലെങ്കിൽ ബീച്ചുണ്ട്, സ്കൈ ഉണ്ട്. സോ സീ ആൻഡ് സ്കൈ എന്ന് പറയുന്നത് വളരെ ഇൻഫിനിറ്റ് ആയിട്ട്, വളരെ വാസ്റ്റായിട്ട് കിടക്കുന്നതാണ്, നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാണ്. സോ ആ ഒരു സീ ആൻഡ് സ്കൈ എന്ന് പറഞ്ഞ് സിംബലൈസ് ചെയ്യുന്നത് പോലും വാസ്റ്റ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് യൂണിവേഴ്സിനെയാണ് കാണിക്കുന്നത്. സോ കുട്ടികൾ അവിടെ നിന്ന് പ്ലേ ചെയ്യുന്നതും ഈ ആകാശത്തിനെക്കുറിച്ചും പിന്നെന്താണ് ഫ്രണ്ടിലുള്ള കടലിനെക്കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നേച്ചറിനെ, സ്പിരിച്വാലിറ്റിയൊക്കെയാണ് ഇദ്ദേഹം എപ്പോഴും സെലിബ്രേറ്റ് ചെയ്ത് എഴുതുന്നത്, ചൈൽഡ്ഹുഡിനെയൊക്കെ. സോ അഡൽട്ട്സ് എന്താണ്? കുട്ടികൾ അവിടെ നിന്ന് പ്ലേ ചെയ്യുമ്പോൾ അഡൽട്ട്സ് എന്തിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്? വെൽത്തിനെ കുറിച്ച്, സക്സസിനെ കുറിച്ച്, ഈ മെറ്റീരിയൽ പൊസിഷനെ കുറിച്ചും ഒക്കെയാണ്. പക്ഷെ കുട്ടികൾ ലൈഫിലെ സിമ്പിൾ പ്ലഷേഴ്സിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുവാണ്? എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പീരീഡ് ഓഫ് ഇന്നസെൻസ് ആയതുകൊണ്ട് കുട്ടികൾക്ക് അഡൽട്ട്ഹുഡിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിലോട്ട് വന്നിട്ടില്ലാത്തത് കൊണ്ട് സോ അവിടെ രണ്ടുപേരുടെയും വേൾഡ് ഡിഫറെൻ്റ് ആണ്, അഡൽട്ട്സിൻ്റെയും കുട്ടികളുടെയും. കുട്ടികളെ കളിക്കാൻ വിട്ടിട്ട് അഡൽട്ട്സ് ഡിസ്കസ് ചെയ്യുന്നത് വേൾഡ്ലി കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ പോം സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഡെത്തിനൊപ്പം എക്സിസ്റ്റ് ചെയ്യുന്നു. ഇന്നസെൻസും അതുപോലെ തന്നെയാണ്, അഡൽട്ട്ഹുഡ് അല്ലെങ്കിൽ എക്സ്പീരിയൻസിനൊപ്പം എക്സിസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ഇന്നസെൻസ് കാരണം കുട്ടികൾക്ക് ഫിയർ എന്നുള്ള കാര്യം അറിയുന്നില്ല. കുട്ടികളെന്ന് പറയുമ്പോൾ പേടിച്ചാണോ നിൽക്കുന്നത്? അല്ല, എന്ന് വെച്ചാൽ അവർ ആ ഒരു ഫിയർ എന്നുള്ള ആ ഒരു അഡൽട്ട്ഹുഡിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വേൾഡിലോട്ട് അവരെത്തുന്നില്ല. അവരപ്പം മുഴുകിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചറുമായിട്ടൊക്കെ നല്ല കണക്റ്റഡ് ആയിട്ട് ഇന്നസെൻസിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണിക്കുന്നത്. അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ചൈൽഡ്ഹുഡ് ഇന്നസെൻസ് അല്ലെങ്കിൽ ഇമാജിനേഷൻ അല്ലെങ്കിൽ ഫ്രീഡം. നമുക്ക് കുട്ടിക്കാലത്താണ് ഈ മൂന്ന് കാര്യങ്ങളും ഭയങ്കരമായിട്ട് എക്സൽ ചെയ്ത് നമ്മൾ നിൽക്കുന്നത് അല്ലേ ലൈഫിൽ. സോ ടാഗോർ കോൺട്രാസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടികളുടെ വേൾഡും അഡൽട്ട്സിൻ്റെ സീരിയസ് ആയിട്ടുള്ള വേൾഡും തമ്മിലുള്ളൊരു കോൺട്രാസ്റ്റാണ് കാണിക്കുന്നത്. ഇവിടെ നേച്ചർ ഒരു പ്ലേ ഗ്രൗണ്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുട്ടികളാണ് ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അവർക്കൊരു ഗ്രീഡോ ഒരു ഫിയറോ ഇല്ല അഡൽട്ട്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. സോ സ്റ്റാൻസ 1 നമുക്ക് നോക്കാം. ഇപ്പോൾ സീഷോർ, ആ സീഷോറിലാണ് കുട്ടികൾ മീറ്റ് ചെയ്ത് പ്ലേ ചെയ്യുന്നത്. സീഷോർ എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് പ്ലേസ് ആണ് കുട്ടികൾക്ക്. അത് എവിടെയാണെന്നുണ്ടെങ്കിലും, നമ്മളിപ്പോൾ ഏത് സ്ഥലം എടുത്ത് വെച്ചിട്ടുണ്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഈ സീഷോർ എന്ന് പറയുന്നത് ഒരു എൻഡ്ലെസ് വേൾഡിൻ്റെ ഒരു പ്ലേസ് ആണ്. എന്ന് വെച്ചാൽ ഇൻഫിനിറ്റ്, നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാണ് ഈ സീഷോർ. അവിടെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ലൈഫിൽ. സീഷോറിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടെന്ന് വെച്ചാൽ കടലുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടുമുകളിൽ ആകാശമുണ്ട്. കടലിൽ വാസ്റ്റായിട്ടുള്ളൊരു അക്വാട്ടിക് ലൈഫുണ്ട്. നേച്ചറിൻ്റെ ഭാഗമാണ് കടലും ഈ ആകാശം എന്ന് പറയുന്നതും. സോ അത് യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ലൈഫിലെ ഒരുപാട് പോസിബിലിറ്റീസ് ഇവിടെ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഈ സ്കൈ എന്ന് പറയുന്നത് എന്താണ്? മോഷൻലെസ് ആയിട്ട് കടലിൻ്റെ മുകളിൽ റെസ്റ്റ് ചെയ്യുവാണ് അല്ലേ. അപ്പോൾ കടലിൻ്റെ വെള്ളം എന്ന് പറയുന്നത് വളരെ റെസ്റ്റ്ലെസ് ആണ്. കടലിൻ്റെ വെള്ളം എന്ന് വെച്ചാൽ ഇങ്ങനെ ഓൾവേസ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പക്ഷേ അതിന് മുകളിലുള്ള സ്കൈ എന്ന് പറയുന്നത് എന്താണ്? ഒരു മോഷനും ഇല്ലാതെ, ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ സ്കൈ കാം ആൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കുമ്പോൾ സീ എനർജറ്റിക് ആൻഡ് നോയ്സി ആയിട്ട് നിൽക്കുവാണ്. അതാണ് അവിടുത്തെ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. ആകാശം പീസിനെയും എറ്റേണിറ്റിയും കാണിക്കുമ്പോൾ കടൽ എന്തിനെയാണ് കാണിക്കുന്നത്? മൂവ്മെൻറ്റ് ആൻഡ് ആക്ടിവിറ്റിയാണ് കാണിക്കുന്നത്. ഇതാണ് നേച്ചറിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത്. നേച്ചറിൽ തന്നെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരേ സമയം എക്സിസ്റ്റ് ചെയ്യുന്നു. ആ ഒരു ബാലൻസ് നിലനിർത്താൻ നേച്ചറിന് സാധിക്കുകയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു സീഷോറിലാണ് കുട്ടികൾ മീറ്റ് ചെയ്യുകയും ഷൗട്ട് ചെയ്യുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നത്. അതായത് കുട്ടികളുടെ ആ ഒരു ലാഫ്റ്റർ, ഡാൻസിങ് ആൻഡ് ഹാപ്പിനെസ് ഈ ബീച്ചിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നിറയുകയാണ് ചെയ്യുന്നത്. സോ അവരുടെ ജോയ് അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നേച്ചറിൻ്റെ തന്നെ ഭാഗമായി മാറുന്നു. സ്റ്റാൻസ 2 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ സാൻഡ് ഹൗസസ് ബിൽഡ് ചെയ്യുവാണ്. കുട്ടികൾ സാൻഡ് കാസൽസ് ബിൽഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്കറിയാം ഇത് ടെമ്പററി ആണെന്ന്. കാരണം കടൽ വന്നതിനെ എടുത്തുകൊണ്ട് പോകും മണ്ണ്. അപ്പോൾ ഈ സാൻഡ് കാസൽസ് അല്ലെങ്കിൽ സാൻഡ് ഹൗസസ് എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? അവരുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, ഹ്യൂമൻ അച്ചീവ്മെൻറ്റ്സിൻ്റെ ടെമ്പററി നേച്ചറിനെയൊക്കെയാണ് ഇത് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മൾ മരണം വരെ അത് യൂസ് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് അത് ഡിസ്ട്രോയ്ഡ് ആയി പോകും, നമ്മൾ മരിച്ചു പോകുന്നു, നമ്മളിതിനെ എടുത്തുകൊണ്ട് പോകുന്നില്ല മരിച്ചതിന് ശേഷം. ആ ഒരു റിയലൈസേഷനാണ് കുട്ടികളിവിടെ മണ്ണ് കൊണ്ട് കാസൽസ് ഉണ്ടാക്കുമ്പോൾ വെള്ളം വന്ന് അതിനെ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ അതെന്താണ് കാണിക്കുന്നത്? ഹ്യൂമൻ ലൈഫിൽ നമ്മൾ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ടെമ്പററി മാത്രമാണ്. ആൻഡ് അവർ എംറ്റി ഷെൽസ് വെച്ച് കുട്ടികൾ കളിക്കുവാണ്, കടലിലുള്ള ഷെല്ല് വെച്ച്. അതും എന്താണ്, അഡൽട്സ് പക്ഷേ ഈ എംറ്റി ഷെൽസിനെ വേർത്ത്ലെസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ കുട്ടികളുടെ കണ്ണിൽ അത് ഭയങ്കര നിധി പോലെയാണ്, അല്ലെങ്കിൽ ട്രഷർ പോലെയാണ്. കുട്ടികൾ ബോട്ട് ഉണ്ടാക്കുവാണ് ഡ്രൈ ലീവ്സിൽ നിന്നും. എന്നിട്ട് അതിനെ സീയിൽ ഫ്ലോട്ട് ചെയ്ത് ഹാപ്പി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് അവരുടെ ഇമാജിനേഷനെ അല്ലെങ്കിൽ ഹോപ്പിനെ, ഡ്രീംസിനെ കാണിക്കുന്നു. കുട്ടികൾ അവരുടേതായിട്ടൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് സീഷോറിൽ, അല്ലേ? അപ്പോൾ ഈ സീഷോർ എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഈക്വലി ബിലോങ് ചെയ്യുന്നൊരു കാര്യമാണ്. സ്റ്റാൻസ 3 പിന്നെയും പറയുന്നത് വെച്ചാൽ കുട്ടികൾ അൺഅവെയർ ആണ് പ്രാക്ടിക്കൽ സ്കിൽസിൽ. ബിക്കോസ് അവരുടെ പേർപ്പസ് ലൈഫിലെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ചൈൽഡ്ഹുഡിലെന്ന് പറയുന്നത് സർവൈവലോ പ്രോഫിറ്റോ ഒന്നും അല്ല. അവർ എന്താ പറയുക, സെൽഫിഷോ ഒന്നും ആയി മാറിയിട്ടില്ല. അഡൾട്ട്സ് പക്ഷേ എന്താണ്, ഇവിടെ ഈ ബീച്ചിൽ നിന്നാലും അവർ ഈ വാല്യുബിൾ ആയിട്ടുള്ള പേൾസിൻ്റെ പുറകെയാണ്. എന്ന് വെച്ചാൽ അവർ പല വെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെയാണ്. അവരുടെ ലൈഫ് എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആണ്, മൈൻഡും തോട്ട്സും. കുട്ടികൾക്ക് അങ്ങനെയല്ല. അവർ എംറ്റി ഷെൽസ് വെച്ച് കളിക്കുമ്പോൾ അഡൾട്ട്സ് സെർച്ച് ചെയ്യുന്നത് എന്താണ്? ബീച്ചിൽ വാല്യുബിൾ ആയിട്ടുള്ള പേൾസ് അല്ലെങ്കിൽ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സെർച്ച് ചെയ്യുന്നത്. പേൾ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരുടെ ലൈഫിലെ വെൽത്ത്, അംബീഷൻ, ഇതൊക്കെയാണ്, പൈസ. മെർച്ചൻസ് എന്തിനു വേണ്ടിയാണ്? അവരുടെ ബിസിനസ്സും ട്രേഡിനും വേണ്ടി ട്രാവൽ ചെയ്യുന്നു. മെർച്ചൻസ്, കൊമേഴ്സ്, എക്കണോമിക് ആക്ടിവിറ്റിയൊക്കെയാണ് മെർച്ചൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ കുട്ടികൾ എന്ത് ചെയ്യാണ്? പെബിൾസ് വെച്ചും കല്ല് വെച്ചും അതിനെ സ്കാറ്റർ ചെയ്തൊക്കെ കളിക്കുവാണ്. ഓർഡിനറി ആയിട്ടുള്ള സ്റ്റോൺസിനെ കുട്ടികൾ ബീച്ചിൽ കളക്ട് ചെയ്തിട്ട് അത് ചുമ്മാ ഇങ്ങനെ വെള്ളത്തിലോട്ട് എറിഞ്ഞ് സിംപ്ലി ഫോർ ഫൺ അവർ കളിക്കുവാണ്. പക്ഷെ അഡൽട്സിന് അങ്ങനെയല്ല. അവർക്ക് എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്, ഈ ഹിഡൻ ആയിട്ടുള്ള ട്രഷേഴ്സിൻ്റെ പുറകെയാണ് അഡൽട്സ് നടക്കുന്നത്. പക്ഷെ കുട്ടികൾ സിമ്പിൾ ജോയുടെ പുറകെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുകയാണ്. സ്റ്റാൻസ 4 വേവ്സിനെ ഹാപ്പി കുട്ടികളുടെ, അതായത് ഹാപ്പി ചിൽഡ്രൻ്റെ ലാഫ്സുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. അത് പേഴ്സോണിഫിക്കേഷനാണ്. അതായത് കടലിൻ്റെ തിരമാലയെ കുട്ടികളുടെ ചിരിയുമായിട്ട് കമ്പയർ ചെയ്യുന്നു. വെച്ചാൽ അത്രയും ഹാപ്പിനെസ് ആണ് കുട്ടികൾക്ക് അവിടെ ബീച്ചിൽ. അപ്പം നേച്ചർ ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ഹാപ്പിനെസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പോലെയാണ്. ബീച്ച് ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഈ കുട്ടികളുടെ സ്മൈലിൽ. ആൻഡ് സീക്ക് എന്താണ്, ഷിപ്സിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാനും ആളുകളുടെ ജീവനൊക്കെ എടുക്കാനും ഒക്കെ ഉള്ളൊരു ഇതുണ്ട്. പക്ഷെ അതിൻ്റെ വേവ്സ് എന്ന് പറയുന്നത് എന്താണ്, കുട്ടികൾക്ക് ഹാംലെസ് ആയിട്ടുള്ള താരാട്ട് പാട്ട് പോലെയാണ്, അല്ലെങ്കിൽ ലല്ലബൈസ് പോലെയാണ്. സീ ഭയങ്കര ഡേഞ്ചറസ് ആണ് നമുക്കറിയാം. പക്ഷേ കുട്ടികളുടെ കണ്ണിൽ ആ ഒരു ഇന്നസെൻസിൽ ഭയങ്കര ജെൻറ്റിലായിട്ടാണ് കുട്ടികൾക്ക് കടൽ കാണുന്നത്. ഒരു അമ്മ കുഞ്ഞിനെ, ബേബിയെ ക്രേഡിലിനകത്തിട്ട് റോക്ക് ചെയ്യുന്ന പോലെ, ഉറക്കുന്ന പോലെ സിയെ ഒരു ലവിങ് മദറായിട്ട് പോയിട്ട് കമ്പയർ ചെയ്യുവാണ്. അവിടെ സിമിലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ കൂടെ ഈ കടൽ പ്ലേ ചെയ്യുന്ന പോലെയാണ് പോയിട്ട് എഴുതിയിരിക്കുന്നത്. വെച്ചാൽ നേച്ചർ കുട്ടികളുടെ ഗെയിമിൻ്റെ ഒരു ഭാഗമായി മാറുന്നു, ആ ഒരു ഇന്നസെൻസിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. സ്റ്റാൻസ 5 പറയുന്നതും ഈ ഒരു കാര്യമാണ്. അതായത് ഫസ്റ്റ് ലൈൻ, നമ്മുടെ സ്റ്റാൻസ 1 ഫസ്റ്റ് ലൈൻ തന്നെയാണ് സ്റ്റാൻസ 5 റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് ചൈൽഡ്ഹുഡിൻ്റെ യൂണിവേഴ്സാലിറ്റി. ഇപ്പോൾ സ്റ്റോം ഇതിനകത്ത് പറയുന്നുണ്ട്, സ്റ്റോമൊക്കെ ഉണ്ട്, സ്റ്റോമൊക്കെ ഹാപ്പൻ ചെയ്യുന്നു എന്ന്. സ്റ്റോം എന്ന് പറയുന്നത് എന്താണ്, ലൈഫിൻ്റെ ഡിഫിക്കൽട്ടീസിനെയാണ് കാണിക്കുന്നത്. ഈ വെള്ളത്തിൽ ഒരുപാട് ഷിപ്സ് റെക്ഡ് ആവുന്നുണ്ട്, എന്ന് വെച്ചാൽ തകർന്നു പോകുന്നുണ്ട്. ഷിപ്പ് എന്ന് പറയുന്നത് എന്തിനെയാണ് കാണിക്കുന്നത്, ഹ്യൂമൻ അംബീഷനെയാണ് കാണിക്കുന്നത്. പവർഫുൾ ഷിപ്സ് പോലും ഇവിടെ ഡിസ്ട്രോയ്ഡ് ആയി മാറുന്നുണ്ട്. എന്നുവെച്ചാൽ ഡെത്ത് എല്ലായിടത്തും കൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ടും കുട്ടികൾ ഡെത്തിനെ പേടിക്കാതെ കണ്ടിന്യൂ ചെയ്ത് ഹാപ്പിനെസ് ആയിട്ടൂടെ മുന്നോട്ട് പോവുകയാണ് ഈ ഒരു ബീച്ചിൽ. അപ്പോൾ അത് കാണിക്കുന്നത് എന്തിനെയാണ്, ചൈൽഡ്ഹുഡ് പീരീഡിലെ പ്യൂരിറ്റി ആൻഡ് ഇന്നസെൻസിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ പോം എൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു. അതൊരു യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് ആണ്. ഹ്യൂമൻ ബീങ്സ് എല്ലാവരും ഷെയർ ചെയ്യുന്ന ഒരേ ഒരു കാര്യമാണ് ഈ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞ പീരീഡ്. അപ്പം ഇന്നസെൻസ് ഓഫ് ചൈൽഡ്ഹുഡാണ് കാണിക്കുന്നത്. പിന്നെ കുട്ടികളുടെ ഇമാജിനേഷൻ, അതായത് അവർ ഷെല്ല് കൊണ്ടും ലീവ്സ് കൊണ്ടും സാൻഡ് കൊണ്ടും കളിക്കുന്നു. നേച്ചർ കുട്ടികളുടെ ഹാപ്പിനെസ്സിൻ്റെ ഒരു ഭാഗമായി മാറുവാണ്. ലൈഫ് ആൻഡ് ഡെത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കുട്ടികൾ എന്തിനെയാണ് നോക്കുന്നത്, ലൈഫിനെ മാത്രമേ നോക്കുള്ളൂ. ഡെത്തിനെ കുറിച്ച് അവർക്ക് പേടിയില്ല.
അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന തീം എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് സിമ്പിൾസ് ആയിട്ട് വരുമ്പോൾ സീഷോർ എന്ന് പറയുമ്പോൾ എന്താണ്, കുട്ടികളുടെ ഒരു പ്ലേ ഗ്രൗണ്ട് പോലെയായി മാറുന്നു. സാൻഡ് ഹൗസ് എന്ന് വെച്ചാൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ലൈഫിലെ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾ. കുട്ടികൾ ഷെല്ല് വെച്ച് കളിക്കുന്നത് സിമ്പിൾ പ്ലഷറിനെയാണ് കാണിക്കുന്നത്, പെബിൾസ് ഒക്കെ വെച്ച് കളിക്കുന്നത്. പക്ഷേ അഡൾട്ട്സ് എന്താണ് നോക്കുന്നത്, വാല്യുബിൾ ആയിട്ടുള്ള പേൾസിനെയാണ് നോക്കുന്നത്. കാരണം അവർക്ക് അതിൻ്റെ വെർത്ത് നല്ലപോലെ അറിയാം. അപ്പം വെൽത്തിനെയാണ് അത് കാണിക്കുന്നത്. പിന്നെ ടെമ്പസ്റ്റ് എന്ന് വെച്ചാൽ എന്നാൽ കൊടുങ്കാറ്റ് എന്നൊക്കെയുള്ള രീതിയിൽ അത് ഡിഫിക്കൽട്ടീസിനെ കാണിക്കുന്നു. ഓക്കെ, ഇതിനകത്ത് സിമിലി യൂസ് ചെയ്തിട്ടുണ്ട്, പേഴ്സോണിഫിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. സിമിലി എന്ന് പറയുമ്പോൾ കടലിനെ ഒരു അമ്മയായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് റെപ്പറ്റീഷൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു സ്റ്റാൻസ 1-ലും സ്റ്റാൻസ 5-ലും ഒരേ ലൈൻ തന്നെ ഫസ്റ്റ് ലൈൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഓൺ ദ സീഷോർ ഓഫ് എൻലെസ് വേൾഡ്സ് ചിൽഡ്രൻ മീറ്റ് എന്നുള്ളത്. പിന്നെ ഇവിടെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കോൺട്രാസ്റ്റ്, സ്കൈയും സീയും തമ്മിലുള്ള കോൺട്രാസ്റ്റ്, കുട്ടികളും അഡൾട്ട്സും തമ്മിലുള്ള കോൺട്രാസ്റ്റ്, ഇന്നസെൻസും അംബീഷനും ലൈഫും ഡെത്തും തമ്മിലുള്ള കോൺട്രാസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ലൈഫിൻ്റെ പ്യുവറസ്റ്റ് സ്റ്റേജ് ആണെന്നും കുട്ടികൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നു. അവർ അഡൾട്ട്സിനെ പോലെ ഗ്രീഡോ അംബീഷനും ഫിയേഴ്സും ഒന്നും ഇല്ല. അപ്പം ഈവൻ വേൾഡിൽ ഫുള്ള് സ്റ്റോമും ഡേഞ്ചറും ഡെത്തും ആണെങ്കിലും ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് എ സിമ്പിൾ ഓഫ് ഹോപ്പ് ആൻഡ് ഇന്നസെൻസ്. അതാണ് ഇവിടെ നമ്മുടെ പോയിറ്റ് കാണിക്കുന്നത്.